ഈ നാടിന് ഇതെന്തു പറ്റി? ചില സിനിമയിൽ പച്ച കോളസ്, ചില സിനിമയിൽ ചുവപ്പ് കോളസ്, ചില സിനിമയിൽ വീണ്ടും പച്ച കോളസ്. തമാശ നിൽക്കട്ടെ, നിങ്ങളൊരു കോളസിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോളസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വണ്ടി കഴുകി തുടച്ച് വെച്ചോളൂ. മിക്കവാറും നിങ്ങളുടെ വണ്ടിക്ക് സിനിമയിൽ ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അന്ധവിശ്വാസങ്ങളുടെ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമുള്ള ഒരു സ്ഥലമാണല്ലോ നമ്മുടെ നാട്. ഇവിടെ സിനിമയുടെ വിജയത്തിന് ഹേതുവായിട്ടുള്ളത് സിനിമയുടെ കഥയോ തിരക്കഥയോ അതല്ലെങ്കിൽ ഫഹദ് ഫാസിലിനെ പോലുള്ള അഭിനേതാക്കളുടെ കഴിവോ ഒന്നുമല്ല, പച്ച കോളിസാണ് അല്ലെങ്കിൽ കോളിസാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ആളുകൾ നടന്നു തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിലെ സിനിമകളിൽ മിക്കവാറും കോളിസിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കാം. 100 കോടി അടിച്ചാലോ ചിലപ്പോൾ കോളിസ് ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ, നിങ്ങൾക്ക് മിക്കവാറും നല്ല കാശ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത് ഞാനിപ്പോൾ ഒരു ഷൂട്ടിന് പോയപ്പോൾ 2 കോളിസ് ഇടിച്ചു പൊളിക്കുന്നൊരു ഷൂട്ടിങ്ങൊക്കെ കണ്ടു. അതും കോളിസായിരുന്നു. അപ്പോൾ കോളിസിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ കൂടുകയാണ് മലയാള സിനിമയിൽ. അന്ധവിശ്വാസികൾ വിജയിക്കട്ടെ, കാശ് കിട്ടുന്ന കാര്യമല്ലേ, കളയണ്ട. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ വാങ്ങിയാൽ വള്ളിയാവുന്ന വണ്ടികൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ സീരീസ് ചെയ്തിട്ടായിരുന്നു. അതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് വാങ്ങിയാൽ വള്ളിയാവാത്ത വണ്ടികൾ, ഒരു 4 ലക്ഷം രൂപ താഴെ. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലുള്ള സാധനം നമുക്കിന്ന് വാങ്ങിയാൽ വള്ളിയാവാത്ത വണ്ടികളെക്കുറിച്ച് സംസാരിക്കാം. കോളിസ് നേരത്തെ പറഞ്ഞ അതേ കഥാപാത്രം, ചാകര പോലെ വിറ്റുകൊണ്ടിരുന്ന ഒരു സമയം. എല്ലാവർക്കും കോളിസ് മതി, ടൊയോട്ടയുടെ റിലയബിലിറ്റി ഉണ്ട്, ടൊയോട്ട എന്ന് പറയുന്ന വണ്ടിയുടെ ആ ഒരു എന്താ പറയുക ഓടിക്കാനുള്ള സുഖമുണ്ട്, കാണാനുള്ള ഷേപ്പിനെ കുറച്ച് ആളുകൾക്ക് ഇഷ്ടമല്ലെങ്കിലും ബാക്കിയുള്ളവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചൂടപ്പം പോലെ വിറ്റുകൊണ്ടിരുന്ന കോളിസ്, അങ്ങനെ ചൂടപ്പം പോലെ വിറ്റുകൊണ്ടിരുന്ന സമയത്ത് ടൊയോട്ട എന്ത് ചെയ്തു? കോളിസിനെ അങ്ങോട്ട് പിൻവലിച്ചു. എന്നിട്ട് അവർ ഇന്നോവയെ ഇറക്കി വിട്ടു എന്നുള്ളതാണ്. ശരിക്കും കോളിസ് എന്ന് പറയുന്നത് കിജാങ് എന്ന് പറയുന്ന ജാപ്പനീസ് ആ ഒരു MUയുടെ ഇന്ത്യൻ പതിപ്പായിരുന്നു, 3ാം ജനറേഷൻ. അപ്പോൾ കോളിസ് നിർത്തുന്നത് 3ാം ജനറേഷനിലാണെങ്കിൽ പിന്നീട് കിട്ടുന്ന ഇന്നോവ വരുന്നത് കിജാങ്ങിൻ്റെ 5ാം ജനറേഷനായിട്ടാണ്. എന്ന് വെച്ചാൽ കിജാങ്ങിൻ്റെ 5ാം ജനറേഷൻ്റെ രൂപമാണ് നമ്മൾ ഇന്നോവയ്ക്ക് എന്നുള്ള. അങ്ങനെ പറയുമ്പോൾ 2 ജനറേഷൻ ജമ്പാണ് നമുക്കൊരൊറ്റ അടിക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ടോപ്പ് എൻഡ് 14 ലക്ഷം രൂപയ്ക്കായിരുന്നു വില ആ ക്യാപ്റ്റൻ സീറ്റൊക്കെ വന്നിട്ടുള്ള വണ്ടി. ഇന്നും നല്ല രസകരമായിട്ടുള്ള, നല്ല ഭംഗിയുള്ള, നല്ല നീറ്റ് കണ്ടീഷനുള്ള, ഞാൻ പറയുന്നത് കടകളിലൊക്കെ കൊടുത്ത് ആ ബമ്പറും അല്ലെങ്കിൽ ഹെഡ്ലൈറ്റൊക്കെ മാറ്റി പുതിയ ഷേപ്പ് ആക്കാൻ ശ്രമിച്ചിട്ട് എന്നാൽ ഇല്ലത്തുനിന്ന് പോന്നു അമ്മാത്ത എത്തിയില്ലെന്ന് പറഞ്ഞ പോലത്തെ വണ്ടികളല്ല. ക്ലാസിക് ഷേപ്പുള്ള ഒറിജിനൽ ഇന്നോവയെക്കുറിച്ചാണ് പറഞ്ഞത്. ഭംഗിയുള്ള ആ ഒരു ക്ലാസിക് രൂപം കാത്തു സൂക്ഷിക്കുന്ന പഴയ ഇന്നോവ. ആ ഇന്നോവ ഒരെണ്ണം ഇപ്പോൾ അടുത്ത് വന്ന് വിട്ടായിരുന്നു, വളരെ കുറഞ്ഞ വിലയ്ക്ക് 2.25 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞിട്ട് വന്നായിരുന്നു. നമ്മുടെ കൊച്ചി തന്നെ അധികം ഓടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നോവ അധികം ഓടാത്ത തന്നെ സസ്പീഷ്യസ് ആണ്. പക്ഷേ ചില കാര്യങ്ങളിൽ അങ്ങനെ സസ്പീഷ്യസ് ആവേണ്ട കാര്യമില്ല. എന്നാലും ഡൽഹി രജിസ്ട്രേഷൻ അല്ലാത്ത കേരള രജിസ്ട്രേഷനിൽ കിട്ടുന്ന പുതിയ ഇന്നോവ ക്രിസ്റ്റയുടെ പിൻഗാമി എന്നൊക്കെ വിളിക്കാവുന്ന ആദ്യ ഇന്നോവയ്ക്ക് ഇപ്പോഴും നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനും, അല്ലെങ്കിൽ ആ വണ്ടിക്ക് ഒരു ക്ലാസ് ഉണ്ടെന്നുള്ള. അപ്പോൾ നിങ്ങളൊരു വണ്ടി നോക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്കൊരു 4 ലക്ഷം രൂപ താഴെയാണ് ബഡ്ജറ്റെങ്കിൽ, ഒന്ന് തപ്പിയാൽ ഉറപ്പായിട്ടും ഒരു നല്ല ഇന്നോവ, ക്ലാസിക് ആയിട്ടുള്ള ഇന്നോവ കിട്ടും. ആ ഇന്നോവ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെയും കുറേ കാലം കൂടെ യൂസ് ചെയ്യാം. ടൊയോട്ട റിലയബിലിറ്റിയും അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഒരു കാര്യമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനിയും കുറേ കാലം യൂസ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ വാങ്ങിയാൽ വള്ളിയാവാത്ത വണ്ടികളിൽ ഒന്നായിട്ട് ഉറപ്പായിട്ടും ഞാൻ പറയുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ടൊയോട്ട ഇന്നോവ ആദ്യ മോഡൽ, ഇന്ത്യയിലത്തെ 2006 മുതൽ ഇങ്ങോട്ടുള്ള മോഡലുകളുള്ള വണ്ടി ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു വണ്ടിക്ക് പെട്രോൾ ഡീസൽ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. പെട്രോളിന് കുറച്ചുകൂടി വില കുറവായിരിക്കും, പെട്രോൾ മൈലേജ് കുറവാണ്. പക്ഷേ പെട്രോൾ വാങ്ങിയാൽ കുഴപ്പമില്ല, 2 ലിറ്ററാണ് പെട്രോൾ എഞ്ചിൻ. അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഡീസലിൻ്റെ ബാൻ വരുമോ, അങ്ങനെ പേടികളുണ്ട് നമ്മുടെ അടുത്ത്. നമുക്ക് ഡീസൽ വണ്ടി ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 2 ലിറ്ററിൻ്റെ മുകളിലുള്ള വണ്ടികളുടെ ആ ഒരു പിൻവലിക്കൽ വരുമോ ഡൽഹി പോലെ, അങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പെട്രോൾ ആകുമ്പോൾ സീനുകളൊന്നുമില്ല, അല്ലെങ്കിൽ ഡീസൽ ആകുമ്പോൾ ഇവിടെ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടായാലും നമുക്ക് പെട്രോൾ മോഡലിന് പ്രശ്നങ്ങളൊന്നുമില്ല, ഫ്യൂവൽ എഫിഷ്യൻ്റ് അല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആരോ പറഞ്ഞ ആ ഒരു ചൊല്ല് ഓർക്കണം, ഇനി അധികകാലം ഫോസിൽ ഫ്യൂൽ കാറുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മൈലേജ് നോക്കണ്ട, നല്ല വണ്ടികൾ വാങ്ങി ഓടിക്കൂ നടക്കൂ എന്നുള്ളതാണ്. എന്നാലും ഇന്നോവ എന്ന് പറയുന്ന മോഡലിൻ്റെ ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും എനിക്ക് തോന്നുന്നു തലവേദന ഇല്ലാണ്ട് കൊണ്ടുനടക്കാവുന്ന ഒരു പഴയ വണ്ടിയാണ്. ഓക്കെ, വള്ളിയാവാത്ത ആദ്യ വണ്ടിയായിട്ട് നമുക്ക് ഇന്നോവയെ പറയാം. ഇന്നോവ 2006 തന്നെയാണോ വന്നത്? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പറയാൻ കാരണമുണ്ട്. യൂട്യൂബിൻ്റെ പുതിയ അൽഗോരിതം പ്രകാരം നിങ്ങളുടെ കമൻറ്റും ലൈക്കുമാണ് വീഡിയോയെ പൊക്കിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇനീഷ്യൽ വ്യൂ കുറഞ്ഞാൽ ആ വീഡിയോ പൊളിഞ്ഞു എന്നാണ് അർത്ഥം, 100 കോടി കയറില്ല. അതിന് കോൾസ് അല്ല, ഒരു വണ്ടി കൊടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകളാണ് വണ്ടിഭ്രാന്ത് എന്ന ചാനലിന് നിങ്ങൾക്ക് ഒരിത്തിരി ആ ചാനലിനോട് ഒത്തിരി എന്താ പറയുക ആ ഒരു കൈൻഡ്നെസ് ഉണ്ടെങ്കിൽ
ദയവായി ഒരു കമൻ്റ് ഇടുക, ഒരു ലൈക്ക് ചെയ്യുക എന്നുള്ളത് ഒരു റിക്വസ്റ്റ് പോലെ പറയാണ്. ഞാൻ അങ്ങനെ എല്ലാ വീഡിയോ ഒന്നും പറയാറില്ല, പക്ഷേ എന്നറിയാം, നമുക്ക് ആ ഒരു അവസ്ഥ വരുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. വാങ്ങിയാൽ വള്ളിയാവാത്ത രണ്ടാമത്തെ വണ്ടിയായിട്ട് ഞാൻ പറയുന്നത് ഹുണ്ടായി സാൻഡ്രോ ആണ്, സാൻഡ്രോ സിംഗ്. ഓക്കെ, സാൻഡ്രോ സിംഗിന് എന്താണ് ഇത്ര വള്ളിയാവാതിരിക്കാൻ കാരണം? സാൻഡ്രോ സിംഗ് ഒരു വലിയ കാറുള്ള ചെറിയ കാറാണ്. ഓക്കെ, ആദ്യ വണ്ടി വാങ്ങുന്ന ആൾക്ക് മിക്കവാറും സന്തോഷകരമായിട്ട് വാങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റിയ കാറാണെന്ന് പറയാം. കാരണം 1 ലക്ഷം രൂപ താഴെ വണ്ടി കിട്ടും. സിംഗിൻ്റെ ടോപ്പിൻ്റെ മോഡലിന് റിയർ വൈപ്പർ പോലുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്പോയിലർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നും കാണാൻ ക്യൂട്ടായിട്ടുള്ള വണ്ടി തന്നെയാണ്. ഐറ്റം ഞാൻ പറയാത്ത ഐറ്റത്തിന് വില കൂടുതലായിട്ടാണ്. ഓക്കെ, ഇത് 1 ലക്ഷം രൂപ താഴെ കിട്ടുമെന്നുള്ളതാണ് സാൻഡ്രോ തന്നെ പറയുന്നത്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്. 1.1 ലിറ്റർ എഞ്ചിന്, അത്യാവശ്യം ഒരു പഞ്ചൊക്കെ ഉണ്ട്. മൈലേജിൻ്റെ കുറവുണ്ടാവും, പക്ഷേ അപ്പോഴും പ്രൈസിൻ്റെ ഒരു മുൻഗണന അവിടെ നിൽക്കുന്നുണ്ട്. 10 കിലോമീറ്റർ മൈലേജ് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട 12 കിട്ടാൻ ചാൻസ് ഉണ്ട് മാനുവലിന്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗുള്ള വലിയ ഒരു കാർ പോലെ കൊണ്ടുവരുന്ന സാൻഡ്രോ സിംഗ് എന്ന് പറയുന്ന മോഡൽ വാങ്ങിയാൽ വള്ളിയാവാത്ത ഒരു മോഡലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ആ വണ്ടികൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യ ജനറേഷൻ സാൻഡ്രോ കൂടെ നമ്മുടെ കോളനിയിലുണ്ട് ഒരാൾ കൊണ്ടുനടക്കുന്നത്, നല്ല ഭംഗിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. അപ്പോൾ സാൻഡ്രോ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 85,000 രൂപ, 100K എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ കിട്ടുന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടി അത്യാവശ്യം ഒന്ന് തൂത്ത് തുടച്ച് കുട്ടപ്പനാക്കി അത്യാവശ്യം ചെറിയ പണികളൊക്കെ ചെയ്ത് ചുമ്മാ പോയിൻ്റ് A to പോയിൻ്റ് B ഓടിച്ചു നടക്കാനായിട്ട്, അല്ലെങ്കിൽ പുതിയ ഒരു ഡ്രൈവർക്ക് ഡ്രൈവിംഗ് ശരിയാക്കാനായിട്ടൊക്കെ ബെസ്റ്റ് കാറാണെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീലും, അല്ലെങ്കിൽ വലിയ കാർ ഓടിക്കുന്നുള്ളൊരു ഫണ്ണും, അതുപോലെ ആ ഗിയർ ഷിഫ്റ്റും എല്ലാം കൂടി ചെയ്തൊരു ടോൾ ബോയ് രൂപമാണ്. കാഴ്ചയുണ്ട്, നിലത്തല്ല ഇരിക്കുന്നത്, നമുക്ക് ഉയരമുള്ള സ്ഥലത്തായിരിക്കുന്നത്. ഓക്കെ, ഒരിക്കലും വാഗണാറിനെ നമുക്ക് സാൻഡ്രോയോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വാഗണാറിന് വില കൂടുതലാണ്. വാഗണാറിൻ്റെ ഒരു ഗ്രാഫ് പ്രൈസിൻ്റെ കാര്യത്തിൽ ഉയർന്നു നിൽക്കും, നമ്മുടെ ആ ഒരു ക്ലാസിൻ്റെ കാര്യം പറയും പോലെ. അങ്ങനെ പറയുമ്പോൾ സിംഗ് ആണ് കേട്ടോ നല്ല മോഡൽ. സിംഗിൻ്റെ ആ ഒരു എന്താ പറയുക ടോപ്പ് എൻഡ് കിട്ടിയാൽ നല്ലതാണ്. അതൊരു വാങ്ങിയാൽ വള്ളിയാവാതെ കൊണ്ടുനടക്കാവുന്ന ഒരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അണ്ടർ 1 lakh rupees അല്ലെങ്കിൽ 1 lakh rupeesനുള്ളിൽ നമ്മൾ 1 ലക്ഷം രൂപ മുതൽ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ വരെയുള്ള പ്രൈസുള്ള വണ്ടികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പറയേണ്ടത് ഹോണ്ട ബ്രയോയെ കുറിച്ചാണ്. ഹോണ്ട ബ്രയോ ഞാൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്തിരുന്ന ഒരു വണ്ടിയായിരുന്നു സിറ്റിക്ക് പകരം. അതിൻ്റെ 1.2 എഞ്ചിൻ ഓക്കെ, ലോ എൻഡ് ഒരിത്തിരി കുറവാണ്, വലിയ കുറവായിട്ട് തോന്നും. പക്ഷേ കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ റെവ് ചെയ്യുമ്പോൾ ഫണ്ണൊക്കെ കിട്ടുന്നൊരു വണ്ടിയാണ്. നിയമപരമായിട്ടല്ലാണ്ട് ആ ഒരു വണ്ടിക്ക് സിറ്റിയുടെ 1.5 വെച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടുണ്ട്. ചില വെബ്സൈറ്റുകളിലുള്ള കാര്യം ആർട്ടിക്കിളൊക്കെ ഞാൻ വായിച്ചിട്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്കിവിടെ എഞ്ചിൻ മാറലൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഉള്ള എഞ്ചിന് ഉള്ള പവറിൽ നന്നായിട്ട് ഓടിച്ചു നടക്കാൻ പറ്റിയ വണ്ടിയായിട്ട് ബ്രയോയെ കാണാം. ആ രൂപം ഇഷ്ടപ്പെടുമെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്കിലെ ഗ്ലാസ് സിംഗിൾ ഗ്ലാസ് ആയിട്ടുള്ള ആ ഒരു ബൂട്ടിൻ്റെ ആ ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ ഹാച്ച് എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഞാൻ ആ ഹാച്ചിൽ ഇന്തോനേഷ്യ മോഡൽ വൈപ്പർ കണ്ടിട്ടുണ്ട്, റിയർ വൈപ്പർ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്കതില്ല. എന്നാലും മൊത്തത്തിലൊരു ക്യൂട്ട് കാർ, ഒരു രസമുള്ള കാർ, അല്ലെങ്കിൽ ഓടിക്കാൻ രസമുള്ള കാർ, റിലയബിൾ ആയിട്ടുള്ള കാർ എന്ന നിലയ്ക്ക് ബ്രയോ ഒരു നല്ല ഓപ്ഷനാണ്. ഈ പറഞ്ഞ വണ്ടികളെക്കുറിച്ച് പറയുന്നതിന് കൂടുതലൊരു കാര്യം കൂടി പറയാണ്ട്, പറ്റുമെങ്കിൽ VX മേടിച്ചോളൂ. VX ആകുമ്പോൾ എയർ ബാഗ് ABS ഉള്ളതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നുള്ളതാണ്. VX-ന് ഓട്ടോമാറ്റിക് കൂടിയുണ്ട്. ആ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ടോർക്ക് കൺവേർട്ടറാണ്. പക്ഷേ അത് നമ്മുടെ പ്രൈസ് ബ്രാക്കറ്റിൽ നിൽക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. മാത്രവുമല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് അല്ല ആ ഒരു വണ്ടി. അതായത് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സിലെ വണ്ടി എന്ന് പറയുന്നത് അത്ര ഫ്യൂവൽ എഫിഷ്യൻ്റ് അല്ല ഫോർ ഹാച്ച് ബാക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ വാങ്ങുന്നത് ആ ഒരു മാനുവൽ ബ്രയോ ആണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് കുറേ കാലം ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയൊരു വണ്ടിയായിട്ട് ആ ഒരു വണ്ടിയെ കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 3 വണ്ടിയെക്കുറിച്ച് പറഞ്ഞല്ലേ. ഇനി തത്വത്തിൽ 4 വണ്ടിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ക്വാളിറ്റിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്നത് വാങ്ങി കൊണ്ടു നടക്കുക എന്ന് പറയുന്നതും വാങ്ങി ഓടിക്കുക എന്ന് പറയുന്നതും അത്ര പോസിബിൾ അല്ല. ഉള്ളവരോടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 3 വണ്ടിയായിട്ട് കണ്ടാൽ മതി. 4ാമതൊരു വണ്ടിയായിട്ട് എനിക്ക് പറയാനുള്ളത് മഹീന്ദ്ര ബൊലേറോ ആണ്. ബൊലേറോ ഓക്കെ, റൂഡിമെൻ്ററി ആണ്, ട്രക്ക് ലൈക്കാണ്, ജീപ്പ് പോലെയാണ്. പക്ഷേ ആ വണ്ടിക്ക് അത്യാവശ്യം ഒരു SUV ചായ ഉള്ളതുകൊണ്ടും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ട് DI മോഡലൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞ പഴയ പ്യൂഷോയുടെ എഞ്ചിനുള്ള മോഡലല്ല, DI മോഡൽ, അതല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ടർബോ മോഡലൊക്കെ നമുക്ക് ആ ഒരു 4 ലക്ഷം രൂപ താഴെ കിട്ടുന്ന മോഡലായിട്ട് കിട്ടും. കാരണം ആ ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 4 വീലും ഒന്ന് തള്ളിയിട്ട് ഒരു മാച്ചോ ലുക്കായിട്ട് കൊണ്ടുവരാൻ SUV വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബൊലേറോ മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏത് വർഷാപ്പിൽ നമുക്ക് പണിയാം. ചെറിയ ഒരാളുടെ സഹായം മതി, അതായത് ചെറിയ വർഷാപ്പുകളുടെ സഹായം മതി, നമുക്ക് പണിതെടുക്കാൻ പറ്റും. പിന്നെ മഹീന്ദ്രതായിട്ടുള്ള ചില കാര്യങ്ങൾ ഓക്കെ, അതൊക്കെ നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു വലിയ ഒരു മാച്ചോ ലുക്കുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് എൻഫീൽഡൊക്കെ വാങ്ങുന്ന പോലെ വാങ്ങാവുന്ന ഒരു വണ്ടിയായിട്ട് മഹീന്ദ്ര ബൊലേറോയെ കാണാം. DI മേടിക്കാവുള്ളൂ, മൈലേജ് വേണം, പിന്നെ ക്വിക്ക് സ്റ്റാർട്ടൊക്കെ നല്ല രസമാണ് കേൾക്കാനായിട്ട്. പിന്നീട് അത് 3 സിലിണ്ടറായി, പവർ പ്ലസ് ആയി. ഓക്കെ, അപ്പോഴേക്കും വില കൂടി വരും. ആ ഒരു വില കൂടാതെ നമുക്ക് നമ്മുടെ കയ്യിലൊതുങ്ങുന്ന വിലയ്ക്ക് കിട്ടുന്ന വണ്ടികളെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ഒരു വണ്ടികളൊക്കെ ശരിക്കും ആ ഒരു ലിസ്റ്റിൽ വരിക. ഓക്കെ, മഹീന്ദ്ര ബൊലേറോടെ കമ്പയർ ചെയ്യുമ്പോൾ സ്കോർപ്പിയോ ആ ഒരു M2 ഡിക്കോറൊക്കെ ഉണ്ട്. അതൊന്നും പക്ഷേ നമുക്ക് പറയേണ്ട കാര്യമില്ല. നമ്മൾ ചില വണ്ടികളിൽ മാത്രം അങ്ങോട്ട് ഊന്നി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 4 ലക്ഷം രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന വണ്ടികളിൽ കൺസിഡർ ചെയ്യാവുന്ന, തലവേദന ഇല്ലാത്ത, റൂഡിമെൻ്ററി ആയിട്ടുള്ളതാണെങ്കിലും ഓടിച്ച് കൊണ്ടു നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു വണ്ടിയായിട്ട് മഹീന്ദ്ര ബൊലേറോയെ കാണാവുന്ന കാര്യമാണ്. ഫോർഡ് ഇക്കോസ്പോർട്ട് ഒരു തലവേദന ഇല്ലാത്ത വണ്ടിയായിട്ട് പറയാം. ഞാൻ പറയുന്നത്
ആദ്യം വന്ന മോഡലാണ്. ആദ്യം വന്ന മോഡൽ എന്ന് പറയുമ്പോൾ ആ ഒരു 93 HP ഉള്ള ഫോർഡ് എൻജിൻ മാറ്റി കൊടുത്ത വണ്ടിയുണ്ടല്ലോ, തിരിച്ച് വിളിച്ച് എൻജിൻ മാറ്റി കൊടുത്ത വണ്ടിയുണ്ടല്ലോ. നമ്മൾ ആ ഒരു വണ്ടി വിറ്റത്, ഇപ്പോൾ അടുത്ത് ഫ്രണ്ടിൻ്റെ വണ്ടി വിറ്റത്, അടുത്തല്ല 1.5 വർഷമായി, വിറ്റത് 4.5 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലേക്ക് തോന്നുന്നു ആ ഒരു മോഡലൊക്കെ ഒരു 4 ലക്ഷം രൂപയ്ക്കുള്ളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടാവണം. അങ്ങനെ പറയുമ്പോൾ ഡീസൽ വണ്ടിയാണ്, അത്യാവശ്യം നല്ല പഞ്ചുള്ള ആ ഒരു എൻജിനാണ്, ഓടിക്കാൻ രസമുണ്ട്, ഒരു വലിയ SUV ചായ ഉണ്ട്. ഫോർഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു കാര്യമായിട്ട് ഞാൻ വീണ്ടും പറയുന്നത്. കാരണം നമ്മൾ ആ ഒരു ഫോർഡ് ഇക്കോസ്പോർട്ടിലുള്ള ഓണേഴ്സിനെ കണ്ടിട്ടുണ്ട്, അവരുടെ മീറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് കയറി ചെല്ലാം എന്നുള്ള ഗുണം കൂടി ഫോർഡ് ഇക്കോസ്പോർട്ടിനുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയും ഫോർഡ് ഇക്കോസ്പോർട്ടും നിങ്ങൾക്ക് തലവേദന ഇല്ലാതെ അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലാണ്ട് കൊണ്ടുനടക്കാവുന്ന വണ്ടിയായിട്ട് കാണാവുന്ന ഒരു വണ്ടിയാണെന്നുള്ളതാണ്. ഉറപ്പായിട്ടും പെട്രോൾ DCT ഒഴിവാക്കിയേക്കുക, അതിന് അത്യാവശ്യം നല്ല പണിയുണ്ട്. പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, ഇക്കോ ബൂസ്റ്റ് വണ്ടികളും കിട്ടാനുണ്ട്. ഇക്കോ ബൂസ്റ്റ് അത്യാവശ്യം നല്ല ഫണ്ണൊക്കെയാണ്, പക്ഷേ ആ എഞ്ചിൻ എന്ന് പറയുന്നത് ശരിക്കും പെട്രോൾ ടർബോ ആയതുകൊണ്ട് ഫ്യൂൽ എഫിഷ്യൻസി ഇതിൽ കുറവായിരിക്കും എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കഥകൾ പറഞ്ഞ് എണ്ണത്തിനൊക്കെ പോയി. എന്നാലും ഒരു വണ്ടി കൂടി എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ആ വണ്ടി എന്ന് പറയുന്നത് ഓൾട്ടോ കേട്ടനാണ്. പഴയ ഓൾട്ടോ കേട്ടൻ, ആദ്യ മോഡൽ ഓൾട്ടോ കേട്ടൻ, 1000 cc എഞ്ചിനുള്ള 3 സിലിണ്ടർ എഞ്ചിനുള്ള ഓൾട്ടോ കേട്ടനാണ് പറയുന്നത്. ഈ ഓൾട്ടോ കേട്ടൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നതെന്ന് പറയുന്നത് ആ ഒരു 1000 cc എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റേവ് ഫ്രണ്ട്ലി ആണ്, ഫൺ ആണെന്നുള്ളതാണ്. ഫാസ്റ്റാണ് ആ വണ്ടി, ABS എയർ ബാഗ് ഇല്ല. ഓക്കെ, ഫാസ്റ്റിലൊരു ലിമിറ്റ് വേണം, അല്ലെങ്കിൽ കൊട്ടയിലാവും. അത് ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ, നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഓടിച്ചു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഓൾട്ടോ കേട്ടൻ. ഒരു 1.25 ലക്ഷം രൂപയ്ക്കൊക്കെ വണ്ടികൾ കിട്ടാനുണ്ട്. അങ്ങനെ കിട്ടിയാൽ തന്നെ എനിക്ക് തോന്നുന്നു അധികം ഓടാത്ത വണ്ടികൾ കിട്ടും. ആ 3 സ്പോക്ക് സ്റ്റിയറിംഗും ക്ലിക്ക് ഫീലുള്ള ആ ഒരു ഷിഫ്റ്ററും അത്യാവശ്യം നല്ല ലൈറ്റായിട്ട് ഓടിക്കാവുന്ന ക്ലച്ച്, ബ്രേക്ക് അല്ലെങ്കിൽ ത്രോട്ടിൽ പെഡലുകളും ഇരിക്കുന്ന ആ ഒരു സീറ്റിംഗ് പോസ്റ്ററും എല്ലാം ഒരു ഇത്തിരി ഫൺ ഫാക്ടർ തരുന്ന ഒരു വണ്ടിയായിട്ട് നമുക്ക് ഓൾട്ടോ കേട്ടനെ കാണാം, പഴയ ഓൾട്ടോ കേട്ടനെ കാണാം. എനിക്ക് തോന്നുന്നു ചീപ്പ് ഫണ്ട് എന്നൊക്കെ തീർത്തും വിളിക്കാവുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ ക്വിഡോ അല്ലെങ്കിൽ പുതിയ ഒരു ഏതെങ്കിലും ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ സേഫ്റ്റിയുടെ ആ ഒരു കാര്യമുണ്ടല്ലോ, അതായത് എയർ ബാഗ്, ABS, ആ ഒരു കാര്യം മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടിയെ സമീപിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾട്ടോ കേട്ടൻ വളരെ ചീപ്പായിട്ട് കിട്ടുന്നൊരു വണ്ടിയാണ്. ആ ഒരു പൈസ ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാലകാലം കൊണ്ടുവരാനുള്ളൊരു ഗുണം കൂടിയുണ്ട്. ആ ഒരു കാര്യം ഓൾട്ടോ കേട്ടൻ്റെ കാര്യമായിട്ട് പറയാം. ഈ പറഞ്ഞ വണ്ടികളൊക്കെ കൂടുതൽ വണ്ടികൾ നമുക്ക് പറയാനുണ്ട്, പക്ഷേ എല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ കുത്തിക്കയറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ വീഡിയോയുടെ റെസ്പോൺസ് അറിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വണ്ടികളെ കുറിച്ച് കൂടി പറയാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീണ്ടും ഒന്നുകൂടി ആഹ്വാനം ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വണ്ടികളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.